ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഓയിൽ സ്പ്രേ ബോട്ടിലാണ് കാണിക്കുന്നത്. ഇതൊരു 2-in-1 ഓയിൽ ബോട്ടിലാണ്. വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് കിച്ചണിലോട്ട് പലപ്പോഴും കുറച്ച് ഓയിലൊക്കെ ഉപയോഗിക്കേണ്ട സമയത്തും അതുപോലെ നല്ല ക്ലീനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇത് നല്ല കൺവീനിയൻ്റാണ് നമുക്ക് കിച്ചണിൽ പല യൂസിനും. ചിലപ്പോഴൊക്കെ നമുക്ക് കുറച്ച് എണ്ണ മതിയാകും, ആ സമയത്ത് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. അല്ലാത്തപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണ്ട സമയത്ത് ഉപയോഗിക്കാം. അങ്ങനെ 2-in-1 ആയിട്ടുള്ള ഒരു ഓയിൽ ബോട്ടിലാണ്, സ്പ്രേ ബോട്ടിലാണ്. നല്ലൊരു പ്രോഡക്റ്റാണിത്. അടുത്തത് ഒരു കല്ലിൽ ഒരു ഇടികല്ലാണ് കാണിക്കുന്നത്. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് എല്ലാ സാധനവും ഈസി ആയിട്ട് അതിനകത്ത് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ചമ്മന്തി വരെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് റെഡിയാക്കാൻ പറ്റും. പിന്നെ കല്ലിലായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഒരു സ്വാദൊക്കെ കിട്ടുകയും ചെയ്യും. നമ്മുടെ കിച്ചണിൽ എല്ലാവരുടെയും വീട്ടിൽ വേണ്ട ഒരു മസ്റ്റായിട്ടുള്ള ഐറ്റം തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്ന. അത്ര നല്ലൊരു പ്രോഡക്റ്റാണ്. ഒത്തിരി വലുതുമല്ല, എങ്കിൽ അത്യാവശ്യം വലിപ്പമുണ്ട് താനും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ കിച്ചണിലെ ഡെയിലി യൂസിന് നമുക്ക് വളരെ സഹായകമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഒത്തിരി വിലയൊന്നുമില്ല താനും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്കും അതുപോലെ ഇതിൻ്റെ വിലയും ഒക്കെ കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ചതച്ചെടുക്കാൻ, ഉള്ളിയൊക്കെ ചതച്ചെടുക്കാൻ ഒക്കെ നല്ല എളുപ്പമാണ്. നമുക്ക് വേണമെങ്കിൽ ചെറിയതായിട്ടൊരു ചമ്മന്തി വരെയൊക്കെ ഇതിനകത്ത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ല റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത ഏതാണെന്ന് നോക്കാം. അടുത്തത് കാണിക്കുന്നത് ഒരു ഉരുളിയാണ്. ഓണമൊക്കെ ആണല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് പായസമോ അവിയലോ എന്ത് സാധനവും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഉരുളിയുടെ ലിങ്കാണിത്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഓട്ടുരുളി എല്ലാവർക്കും ഒരു താല്പര്യമുള്ളൊരു ഐറ്റമാണ്. ഇച്ചിരി വില കൂടുതലാണ് നമ്മൾ സാധാരണ മേടിക്കുന്ന ഐറ്റം വെച്ച് നോക്കുമ്പോൾ. ഉരുളി പിന്നെ ഒരു ലൈഫ് ലോങ് അസറ്റ് പോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നൊരു ഐറ്റമാണല്ലോ ഉരുളിയൊക്കെ. അപ്പോൾ ഞാനിത് ഓണത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലൊരു സംഭവമാണ്. ഞാനിത് ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പായസമാണ് ഇതിനകത്ത് ആദ്യം തയ്യാറാക്കിയത്. നല്ല ഉണ്ടായിരുന്നു, നന്നായിട്ടൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി കാണിക്കുന്നത് ഒരു ഇലക്ട്രിക് ചോപ്പറാണ്. വെരി യൂസ്ഫുള്ളാണ് കേട്ടോ. വളരെ നമുക്ക് ചെറുതായിട്ടുള്ള സവോള, അരിയ, പച്ചക്കറി, വെജിറ്റബിൾസ് ഏത് വേണ്ടതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടും. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് അതിൻ്റെ കേബിളൊക്കെ തന്നിട്ടുണ്ട്. നമുക്കൊരു പ്രാവശ്യം ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ജാർ ഇച്ചിരി ചെറുതായതുകൊണ്ട് നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ സാധാരണ വീട്ടിലെ ഒരു നോർമൽ 4 പേരൊക്കെ ഉള്ളൊരു വീട്ടിലാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ബ്ലേഡിനൊക്കെ നല്ല മൂർച്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനവും നല്ല രീതിയിൽ നല്ല തിന്നായിട്ട് നല്ല സ്ലൈസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. സ്റ്റക്കൊന്നും ആകാറില്ല. ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാനിപ്പോഴാണ് കാണിക്കുന്നത്. അഗാറോടെയാണ്. തോരൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ കോവയ്ക്ക, ഇതൊക്കെ നമുക്കിതിനകത്ത് നല്ല രീതിയിൽ നമ്മുടെ തോരന് പാകത്തിൽ ഇതിനകത്ത് കൃഷി ചെയ്ത് കിട്ടും. പിന്നെ വേണ്ടത് സവോളയൊക്കെ ഡെയിലി യൂസിന് വേണ്ട സവോള, ഉള്ളി അതുപോലെയുള്ളതെല്ലാം ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എല്ലാ കിച്ചണിലും ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ കൺവീനിയൻ്റാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാനിത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു റിവ്യൂ ആണ് പറയുന്നത്. അടുത്തത് ഒരു സ്റ്റീൽ കുക്കറാണ് കാണിക്കുന്നത്. ഇപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ്, ബർഗണറിൻ്റെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇതാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായതാണ്. അപ്പോൾ ഇതും നല്ലൊരു യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ അലുമിനിയം ഒന്നും അത്ര ഉപയോഗിക്കാതിരിക്കുമ്പോൾ സ്റ്റീലിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും നമുക്ക് ക്വാളിറ്റി വൈസും അതിൻ്റെ വാഷർ അതുപോലെ തന്നെ എല്ലാം തന്നെ നല്ലതാണിത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ്. നല്ല സ്റ്റീലാണ്, കട്ടിയുള്ള നല്ല സ്റ്റീലാണ്.
അതുപോലെ ഇതിൻ്റെ ലോക്കും അതുപോലെ അടപ്പ് വാഷർ എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ സാധാരണ ചോറ് വെക്കാനും ബാക്കി എന്ത് സാധനം നമുക്ക് ഡെയിലി യൂസിന് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ളൊരു കുക്കർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മറ്റ് കമ്പനികൾ ഹോക്കിൻസിൻ്റെയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ടാണ്. അതും കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ. വെരി യൂസ്ഫുള്ളാണ്. പിന്നെ ഡിഷ് വാഷറിലൊക്കെ നമുക്കിത് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം സ്റ്റീലായതുകൊണ്ട് അതിനകത്ത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് കുക്കർ 5 ലിറ്ററിൻ്റെ കുക്കർ 5, 3, 6 ഏത് സൈസ് വേണേലും അവൈലബിളാണ് ഈ കമ്പനിയിൽ നിന്ന്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ടുണ്ട്. അത് നമുക്ക് എന്ത് വേണേലും തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ഐറ്റം കാണിക്കുന്നത് കുറച്ച് സ്റ്റോറിങ് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുള്ളാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിച്ചമുള്ള ഫുഡൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വെക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു സെറ്റ് ഓഫ് പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ വാഷറൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ടൈലിൻ്റെ ടൈറ്റാണ്, നല്ല ലോക്ക്ഡാണ്, എന്ത് സാധനം എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ കാണാനും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഗ്ലാസ്സൊക്കെ ആണെങ്കിലും. പിന്നെ ഡിഷ് വാഷർ സേഫാണ്, മൈക്രോവേവ് സേഫാണ്. അങ്ങനെയുള്ളൊരു ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. പിന്നെ ഇതിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആയതുകൊണ്ട് തന്നെ നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. കണ്ടോ, ഇത്രയും സാധനങ്ങളുണ്ട്. ഇത്രയും നമുക്ക് എന്ത് സാധനം എടുത്ത് വെക്കാം. കുറേ നാളുകളായിട്ട് നമുക്ക് ഈ എന്നാണ് നല്ല ഭംഗിയുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൻ്റെ കാറ്റഗറി തന്നെയാണ് ഇത് വരുന്നത്. ബ്യൂട്ടിഫുൾ ആൻഡ് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് സെറ്റാണിത്. നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിഡൊക്കെ ആണെങ്കിലും നല്ല കറക്റ്റായിട്ട് ലോക്കായിട്ടുള്ള ലിഡ് തന്നെയാണ്. ഇനി കാണിക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് മുറങ്ങളാണ്. നമുക്ക് കിച്ചണിൽ ഡെയിലി യൂസിന് പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഫിഷോ ഏതെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മുറവാണിത്. അടുത്തത് കാണിക്കുന്നത് ഒരു സെർവിങ് ബോള് അല്ലെങ്കിൽ മിക്സിംഗ് ബോള് ആയിട്ട് എടുക്കുന്നതാണ്. ഇത് നമ്മുടെ മൺചട്ടിയുടെയൊക്കെ ആ കാറ്റഗറിയിലുള്ളതാണ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കി. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇപ്പം കഞ്ഞിയൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് സാധനം മിക്സ് ചെയ്യാനോ സെർവ് ചെയ്യാനോ ഒക്കെ ഒരുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വിലയൊന്നുമില്ല അത്ര. അപ്പോൾ ഇത് നല്ലൊരു നമ്മുടെ കിച്ചണിൽ നല്ലൊരു വർത്താണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഐറ്റം ഒരു ചീനച്ചട്ടിയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ചാറുണ്ടാക്കാൻ എല്ലാത്തിനും ഒരു കറക്റ്റ് സൈസാണ്. ഒത്തിരി വലുതല്ല, ഒരു ചെറിയൊരു സൈസിലുള്ള ഒരു ചീനച്ചട്ടിയാണ്. അടപ്പൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണ തോരൻ, കുറച്ച് ക്വാണ്ടിറ്റിയിൽ തോരന് അല്ലെങ്കിൽ ചാറ് ഇങ്ങനെയൊക്കെ ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലൊരു ചീനച്ചട്ടിയാണ്. അടുത്തത് കുറച്ച് സ്പൂണാണ്. നമ്മൾ ഉഡൻ സ്പൂണിനകത്ത് വരുന്നതാണ്. കറിത്തവിയാണ്. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ കുറച്ച് സ്ട്രോങ് ആണ്. നമുക്ക് പച്ചക്കറി തോരനൊക്കെ പ്ലേറ്റിലോട്ട് വിളമ്പാനായിട്ട് സെർവ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള 3 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. ഇതും നല്ലതാണ്. പിന്നെ നമുക്ക് കഴുകി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സ്റ്റീലൊക്കെ നമുക്ക് എപ്പോഴും എല്ലാത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഓരഞ്ഞൊക്കെ പോകും. പക്ഷേ ഇതായതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് ആയാലും ഏത് കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന, സെർവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള 3 സ്പൂണാണ്. അത്യാവശ്യം സൈസുണ്ട്. അപ്പോൾ അത് കറികളൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്കൊരു നൊസ്റ്റാൾജി, അതുപോലെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ചോപ്പിംഗ് ബോർഡാണ്. നമ്മൾ ഉഡൻ ചോപ്പിംഗ് ബോർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി പൂപ്പലോ അതുപോലെയൊക്കെ വന്നിട്ട് കുറച്ച് എന്താ പറയുക, അത്ര ക്ലീൻ അല്ലാതെ വരും. പക്ഷേ ഇപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ചോപ്പിംഗ് ബോർഡ് ആയതുകൊണ്ട് ഇതിൻ്റെ സൈസ് ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിയുടെ മാവൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് കുഴച്ച് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് മിക്സ് ചെയ്ത് പരത്തുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്.
ക്ലീൻ ചെയ്ത് വെക്കാൻ നല്ല എളുപ്പമാണ്. ഒന്നിനകത്ത് ഒന്നും എന്താ പറയുക, വളരെ ഈസിയാണല്ലോ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നല്ല പല സാധനങ്ങൾ നമുക്ക് ഒരേ സമയം കട്ട് ചെയ്ത് വെക്കാം. വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടാണ് കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ സ്റ്റീൽ കട്ടിംഗ് ബോർഡ്. അടുത്തതായിട്ട് കാണിക്കുന്ന ഒരു ഇതുപോലത്തെ ട്രേ ആണ്. ഇത് മെയിൻലി നമുക്ക് വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഉണക്കാനായിട്ടൊക്കെ എടുത്തു വെക്കാൻ പറ്റും. അതുപോലെ നമ്മൾ വറക്കുന്ന സാധനങ്ങൾ, എന്തെങ്കിലും പപ്പടമോ അതുപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതുമൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു സൈസൊക്കെ കുഞ്ഞായിട്ടുള്ളൊരു ഇതുപോലത്തെ നെറ്റിൻ്റെ ഒരു ട്രേ ആണ്. ഇപ്പം നമ്മൾ വെജിറ്റബിളൊക്കെ കഴുകിയിട്ട് ഇതിനകത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തോർന്ന് കിട്ടും. നല്ലതാണ് കേട്ടോ അതെടുത്ത് വെക്കാനും. അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള വെജിറ്റബിൾ ക്ലീനിങ്ങിനും അതുപോലെയുള്ള സാധാരണ നമ്മുടെ കിച്ചണിലെ യൂസിന് നന്നായിട്ട് പറ്റുന്നൊരു ട്രേ ആണ്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. അടുത്തായിട്ട് കാണിക്കുന്ന ഒരു പ്ലേറ്റ് സെറ്റാണ്. ഒരു പ്ലേറ്റും അതിൻ്റെ കൂടെ 3 സൈഡ് ചെറിയ കട്ടോരികളും ഉണ്ട്. ഇപ്പോൾ കറിയൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരു ഗ്ലാസ്സും ഉണ്ട്. സംഭാരമോ വെള്ളമോ ഒക്കെ എടുക്കാനായിട്ടുള്ളതാണ്. ഇതുപോലത്തെ 3 ചെറിയ കറി പ്ലേറ്റുകളും ഒരു മൺപ്ലേറ്റ്. ഒരു രസമുണ്ട്. നമുക്ക് ഭക്ഷണമൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു നല്ല ക്യൂട്ടായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് സെറ്റ് വലിയ വിലയൊന്നുമില്ല, വളരെ ഭംഗിയുണ്ട്. ഒരെണ്ണമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഇതിനകത്തും ഭക്ഷണമൊക്കെ സെർവ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാനും സെർവ് ചെയ്യുമ്പോഴും. അടുത്തൊരു മൺചട്ടിയാണ് കാണിക്കുന്നത്. വളരെ നല്ലൊരു മൺചട്ടിയാണ് കേട്ടോ. നല്ല സൈസുണ്ട്. ഇങ്ങനെ നല്ല വട്ടത്തിലുള്ളൊരു ചട്ടിയാണ്. നമുക്ക് തോരൻ ഉണ്ടാക്കാൻ, അതുപോലെ അവിയലോ അങ്ങനെയൊക്കെ എന്ത് സാധനം ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ഭംഗിയുള്ളൊരു ചട്ടിയാണ്. കണ്ടോ, നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പൊട്ടലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് സെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന 2 സ്പൂണുകളുടെയും സ്പാച്ചുലാസിൻ്റെയും കൂടി സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇതുണ്ട് തവിയാണ്, ചോറൊക്കെ വിളമ്പാൻ പറ്റുന്ന തവിയുടെ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയുടെ ഒരു സൈസൊക്കെ കൊണ്ട് നമുക്ക് മിക്സിങ്ങിനും അതുപോലെ തന്നെ കുക്കിങ്ങിനും ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചട്ടിയാണത്. അപ്പോൾ ഇത് കിച്ചണിൽ നല്ലൊരു ഭംഗിയും അതുപോലെ തന്നെ യൂസ്ഫുള്ളുമാണ്. പിന്നെയുള്ള 2 തവികൾ നമുക്ക് ചോറ് വിളമ്പാനും അതുപോലെ കിച്ചണിലോട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അതുപോലെ ഈ 2 സ്പാച്ചുലാസ് കുക്കിംഗ് ടൈമിൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ രീതിയിൽ നമുക്ക് കിച്ചണിൽ സാധാരണ സ്റ്റീൽ തവികളെക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത്. അടുത്തായി കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള 2 സെർവിങ് ബോളാണ്. ഇത് നെസ്റ്റേഷ്യയുടെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ കളറും നല്ലതാണ്. പിന്നെ സൈസ് ഒത്തിരി ഇല്ല, സാധാരണ നമ്മുടെ ഡെയിലി യൂസിൽ ഉള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത്ര ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളറിൽ ഡിസൈനുള്ള ഒരു 2 ബൗളാണിത്. സെർവിങ് ബൗൾസാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന് പല കളറിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കളർ എടുത്തിട്ടുള്ളൂ. ഇതല്ലാതെ തന്നെ 3 കളറും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സെർവ് ചെയ്ത് നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുമ്പോൾ ടേബിളിൽ തന്നെ ഒരു ഭംഗി ഉണ്ടാവും ഇങ്ങനത്തെയുള്ള സെർവിങ് ബോൾസിന്. അടുത്തതൊരു സെർവിങ് ബോളാണ്. ഹാൻഡിലുള്ള ടൈപ്പ് സെർവിങ് ബോളാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ എന്ത് സാധനം ഇതിനകത്ത് സെർവ് ചെയ്താലും അത് പ്രത്യേകിച്ചൊരു അട്രാക്ഷൻ തരുന്നതായിരിക്കും. അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് എടുത്തുകൊണ്ട് പോകാനും സെർവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ടേബിളിൽ ഇരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കുമൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യാനായിട്ട് ഹാൻഡിലുള്ളത് കൊണ്ട് തന്നെ കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഡിഷ് വാഷറും മൈക്രോവേവും ഒക്കെ സേഫുമാണ്. നേരത്തെ കാണിച്ച ബൗളും അതുപോലെ തന്നെ ഡിഷ് വാഷറും മൈക്രോവേവ് സേഫായിട്ടുള്ള ബൗളാണ്. ഇനി അടുത്തതും ഒരു ബൗൾ തന്നെയാണ് കാണിക്കുന്നത്. ഇതും നെസ്റ്റേഷ്യയുടെയാണ്. ഇതുപോലെ തന്നെ ഹാൻഡിലുള്ള ടൈപ്പ് ബൗളാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെ പല കളറുണ്ട്, പല ടൈപ്പ് കോമ്പിനേഷൻസും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ കളറിലും കോമ്പിനേഷനുള്ളത് കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഇതൊരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബൗളാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് അരിപ്പയാണ്. നല്ല രണ്ട് സൈസിലാണ് വരുന്നത്. ഒരെണ്ണം വലുതും അതുപോലെ ഒരെണ്ണം ചെറുതും. ഇപ്പം നമുക്ക് തേങ്ങാപ്പാൽ അതുപോലെ തന്നെ ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ചൂടുള്ള സാധനങ്ങൾ കൂടി ഇതിനകത്ത് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ശർക്കര പാനി ഉരുക്കിയതോ അതുപോലെ എന്ത് സാധനം ചൂടുള്ളതും അരിക്കാൻ പറ്റും, തണുത്തവരും. ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ വെക്കുമ്പോൾ അതിന് പൊക്കത്തിൽ ഒരു ഹാൻഡിലുള്ളത് കൊണ്ട്, ഇങ്ങനെ തട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്
നമുക്ക് താഴോട്ട് വീഴാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ക്വാളിറ്റി നല്ലതായിരുന്നു. ഒത്തിരി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചീത്തയായി പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിടിക്കുമ്പോഴത്തേക്ക് നല്ല ബലമുള്ള ഒരു സൈസിലുള്ള ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. സെറ്റിലുള്ള 2 ഡബിൾ ഇതിൻ്റെ സെറ്റായിരുന്നു. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാത്തിൻ്റെ റേറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. അടുത്ത ഐറ്റം നമുക്കിതുപോലെ ഉപ്പൊക്കെ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ ഇഡലിപ്പൊടി അതുപോലെയുള്ള മസാലപ്പൊടികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ് കണ്ടോ. ഈ രീതിയിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡും കൂടി തന്നിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കാണാനും ഭംഗിയുണ്ട്. ഇതിൻ്റെയും പല കളറിലുണ്ട്. ഞാനിപ്പോൾ യെല്ലോ ബ്ലൂ ഉള്ള കോമ്പിനേഷനാണ് എടുത്തത്. ഒത്തിരി സൈസില്ല, 150 ml ക്വാണ്ടിറ്റി കൊള്ളുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇനി അടുത്ത ഐറ്റം കാണിക്കുന്നത് നല്ലൊരു സ്പൂൺ റെസ്റ്റാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്പൂൺ റെസ്റ്റാണ് കേട്ടോ. ഇത് നോക്കിക്ക് നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയുണ്ട്. നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടും മുഷിഞ്ഞു പോകാതിരിക്കുക. നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് സ്പൂണൊക്കെ അല്ലെങ്കിൽ സ്പാച്ചുലയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൂൺ റെസ്റ്റാണിത്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടുത്ത ഐറ്റം ഒരു കത്തിയുടെ സെറ്റാണ് കേട്ടോ. നൈഫ് സെറ്റാണ്. അത് 3 എണ്ണത്തിൻ്റെ സെറ്റായിട്ട് വരുന്ന കത്തിയാണ് കാണിക്കുന്നത്. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. പിന്നെ ഒരെണ്ണം നല്ല ഹെവി ആയിട്ടുള്ളതാണ്. അതുപോലെ ബാക്കി 2 മീഡിയം സൈസിലുള്ള കത്തികളാണ്. ഇതിനകത്ത് അതിനൊരു ക്യാപ്പും ഒക്കെ ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ഈ രീതിയിൽ കാണാൻ നല്ല ഭംഗിയാണ്, ക്യൂട്ടാണ്. അതുപോലെ നല്ല മൂർച്ചയുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു കത്തിയുണ്ടല്ലോ, ഇത് ഞാൻ ഫിഷൊക്കെ കട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. ബാക്കി 2 നമ്മുടെ നോർമൽ വെജിറ്റബിൾ കട്ട് ചെയ്യാനും ഫ്രൂട്ട് കട്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കത്തികളാണ്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റിയും ഉള്ളതാണ്. കാണാനും നല്ലതാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ സെറ്റിൻ്റെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ എൻ്റെ ഫിഷൊക്കെ കട്ട് ചെയ്താലേ നല്ല മൂർച്ചയുള്ളൊരു കത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള ചില യൂസിനൊക്കെ അതിനകത്തെ വലിയ കത്തി യൂസ് ചെയ്യാം. ബാക്കിയൊക്കെ നോർമൽ സാധാരണ യൂസിനാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഐറ്റം കാണിക്കുന്നത് നല്ലൊരു സ്ട്രെയിനറാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസോ അതുപോലെ റൈസ് അതുപോലെ എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. കണ്ടോ, ഈ രീതിയിൽ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ അരിപ്പ പോലെയാണ്. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷം ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു സ്ട്രെയിനർ പർപ്പസിന് നന്നായിട്ടുണ്ട്. നല്ല യൂസ്ഫുള്ളാണ്. കിച്ചണിൽ ലൈറ്റ് വെയ്റ്റുമാണ്. ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. നല്ല യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് ഐറ്റം കാണിക്കുന്നത് കിച്ചണിലേക്കൊന്നും ഉള്ളതല്ല. ഇത് ഞാനിപ്പോൾ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ സെറ്റാണ്. ഒരു നെക്ലസും അതുപോലെ അതിൻ്റെ കൂടെയുള്ളൊരു കമ്മലിൻ്റെയും കൂടി സെറ്റ്. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഇതിനകത്തുനിന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളേ. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. അത് കണ്ടോ, ഈ രീതിയിലാണ് വരുന്നത്. ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിലുണ്ട് ജിമിക്കി ടൈപ്പ് കമ്മലുമാണ് ഇതിൻ്റെ കൂടെയുള്ളത്. നല്ലതല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാവേ. ഇനിയൊരു ബ്രഷാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് സോപ്പിൻ്റെ ഡിസ്പെൻസറും ഉണ്ട്. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനകത്ത് ലിക്വിഡ്, അതുപോലെ തന്നെ ബ്രഷും ഉണ്ട്. അതുപോലെ അതിനോടൊപ്പം തന്നെ സ്ക്രബറും ഉണ്ട്. ഡബിളായിട്ടുള്ള ഒരു ഇതാണ്. ഇതുപോലെ മാറ്റിയിട്ട് ഇനി സ്ക്രബർ വെക്കാം. നല്ലൊരു ക്ലീനിങ് ബ്രഷാണ്. ഈ ലാസ്റ്റ് ഐറ്റം കാണിക്കുന്നത് നല്ലൊരു മാറ്റിൻ്റെയാണ് കാണിക്കുന്നത്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാറ്റാണ്. ക്വാളിറ്റി വൈസ് നല്ലതാണ്. നമ്മളിങ്ങനെ സ്ലിപ്പായി പോകത്തൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിടക്കും. അത്യാവശ്യം തിക്കായിട്ടുള്ളതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മാറ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചത്. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നു. നല്ല പണി. നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഇത് വാഷ് ചെയ്തെടുക്കാനും പറ്റും. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.